ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. സെമിനാരിൽ തിയോളജി പഠിക്കുന്ന അവസരത്തിൽ ചില വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളതാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ലൈഫ് ലോങ് ഒരു പുരോഹിതന് ഓർമ്മയിൽ മാത്രമല്ല മറവിയിൽ പോലും ആ വിഷയങ്ങൾ ഉള്ളിൽ പതിക്കണം. അങ്ങനെ പഠിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് കൺഫെഷൻ, കുമ്പസാരം. കുമ്പസാരം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും, ഇങ്ങനെയാണ്, ഇതിനപ്പുറത്തേക്കില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൺഫെഷൻ സീക്രറ്റിനെ കുറിച്ച് പഠിക്കുന്നത്. സീക്രസി. ഒരു കുമ്പസാര രഹസ്യം എന്ത് വന്നാലും പറയാൻ പാടില്ല. അതൊരു പുരോഹിതൻ തൻ്റെ ജീവനോളം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരാൾ കുമ്പസാര രഹസ്യം പുറത്ത് പറഞ്ഞാൽ അതിനാൽ തന്നെ അയാൾ ആ പൗരോഹിത്യത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് പുറത്താണ്. അത്രത്തോളം ഗൗരവമേറിയ ഒരു പാവമായിട്ടും ഒരു നിയമമായിട്ടും പഠിപ്പിക്കുന്നതാണ് കൺഫെഷൻ സീക്രട്ട്. എന്നാൽ അതേ കണക്ക് ഒരു സീക്രസി കീപ്പ് ചെയ്യണമെന്ന് യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുന്ന നന്മകളാണ്. ഒരാളുടെ പാപം ഒരു പുരോഹിതൻ എന്തുമാത്രം സൂക്ഷിക്കുന്നു അതേ കണക്ക് ഒരാളുടെ നന്മയും സൂക്ഷിക്കണം. അത് പഠിപ്പിക്കുന്ന സുവിശേഷമാണ്. ഇത് ഗോസ്പൽ. യേശു പറയും, നിങ്ങൾ ചെയ്യുന്ന നന്മ ആ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത്രത്തോളം സീക്രട്ടായിരിക്കണം. ഈ ചെയ്യുന്ന കാര്യം എന്തിനു വേണ്ടിയാ? സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാ, അല്ലാതെ ഈ മുമ്പിലിരിക്കുന്നവർ കൈയടിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ഗോസ്പൽ വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി കുറ്റബോധം തോന്നിയത്, നമ്മുടെയൊക്കെ പള്ളികളിൽ ചില പാവപ്പെട്ടവർക്കൊക്കെ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഒരു ജൂൺ മാസത്തിലൊക്കെ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാറുണ്ട്. അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പതിവൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ചില കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പള്ളികളിൽ മാത്രമല്ല, സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണ്? നമ്മളതിന് ഫോട്ടോ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് മറ്റുള്ളവരെ കാണിക്കും. എത്ര വേദനയോടെ ആയിരിക്കും അത് ഏറ്റുവാങ്ങുന്ന ആളുടെ മാനസികാവസ്ഥ. നമുക്ക് ലഭിച്ച ഒരു ബലമാണ് നമ്മളുടെ സാമ്പത്തിക ഭദ്രതയും നമുക്ക് ഒരു കുറവില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു കൃപയും. എന്നാൽ നമ്മളുടെ സഹോദരനുള്ള ബലഹീനതയാണ് അവനുള്ള ദാരിദ്ര്യവും അവന് വന്നു പോയ സാമ്പത്തിക കുറവും ശാരീരിക അസുഖങ്ങളുമൊക്കെ. അങ്ങനെ അവരുടെ ബലഹീനതയിൽ നമ്മൾ ചെയ്യുന്ന മേന്മയെ മറ്റുള്ളവരുടെ മുമ്പിൽ ഫോട്ടോ എടുത്ത് പോസ്റ്റർ ഉണ്ടാക്കി പുറമേ കാണിക്കുമ്പോൾ കിട്ടുന്ന കയ്യടിയൊന്നും സ്വർഗത്തിൽ കയ്യടി കിട്ടില്ല എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഓർക്കണം. ഒരു സമൂഹത്തെയോ സംവിധാനത്തെയോ കുറ്റപ്പെടുത്താനല്ല, എങ്കിൽ പോലും നമ്മളൊന്ന് ഓർക്കണം, നമ്മളൊക്കെയും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം നാലാൾ അറിയണമെന്നും അത് മറ്റുള്ളവർ കേട്ട് നമ്മളുടെയൊക്കെ മുമ്പിൽ കൈയടിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതൊന്നും പക്ഷെ സ്വർഗം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഓർക്കണം. എന്നിട്ട് പറയണം, ഇനി ഒരു കൺഫെഷൻ സീക്രട്ട് പോലെ നമ്മളുടെ ചില വിർച്വസും സീക്രസിയായിട്ട് കീപ്പ് ചെയ്യണം. അത് മറ്റൊന്നിനുമല്ല, സ്വർഗത്തിൻ്റെ കൈയടിക്ക് വേണ്ടിയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകത്തിൽ
സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തൻ്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ. എന്റെ